ഇതുപോലെ നിങ്ങളുടെ സ്കിന്നിൽ കണ്ണിൻ്റെ അടിയിൽ അതുപോലെ കഴുത്തിൽ കക്ഷത്തിലൊക്കെ ഉണ്ടെങ്കിൽ അതിനെയാണ് നമ്മൾ സ്കിൻ ടാഗ് എന്ന് പറയാം. സ്കിൻ ടാഗ് പല കാരണങ്ങൾ കൊണ്ട് വരും. ഒന്ന് ഫ്രിക്ഷനാണ്, അതായത് നമ്മൾ നല്ല തടി ഉണ്ടെങ്കിൽ നമ്മുടെ സ്കിന്നിൽ ചെറിയ മടക്കുകൾ ഫോൾഡിങ്സ് ഉണ്ടാവും. സ്കിൻ ടു സ്കിൻ ഫ്രിക്ഷൻ ഒരസലുകൾ ഉണ്ടാവും. അതുപോലെ തന്നെ സ്കിൻ ടു ഡ്രസ്സ് ഫ്രിക്ഷൻ ഉണ്ടാവും. ഫ്രിക്ഷൻ ഒരു പ്രധാന കാരണമാണ്. അതുപോലെ തന്നെ പാരമ്പര്യമായിട്ട് സ്കിൻ ടാഗ് വരാം. ഹോർമോണൽ പ്രശ്നം ഉണ്ടെങ്കിൽ PCODയിലൊക്കെ സ്കിൻ ടാഗ് വരാം. അമിതവണ്ണം ഉണ്ടെങ്കിലൊക്കെ സ്കിൻ ടാഗ് വരും. സ്കിൻ ടാഗിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാരണം ഇൻസുലിൻ റെസിസ്റ്റൻസ് ആണ്. അതായത് നമ്മൾ അമിതവണ്ണം ഉണ്ട്, നമ്മൾ ഒരുപാട് ഷുഗർ കഴിക്കുന്നുണ്ട്, കാലറി അടങ്ങിയ ഭക്ഷണം കഴിക്കുന്നുണ്ട്, വ്യായാമം കുറവാണെങ്കിൽ നമുക്ക് ഇൻസുലിൻ റെസിസ്റ്റൻസ് വരാൻ സാധ്യതയുണ്ട്. അപ്പം ഇതുപോലുള്ള സ്കിൻ ടാഗ് വരും. അതിൻ്റെ കൂടെ തന്നെ കഴുത്തിലും കക്ഷത്തിലൊക്കെ കട്ടിയുള്ള കറുത്ത നിറവും വരും. അപ്പോൾ ഈ സ്കിൻ ടാഗ് ഉള്ള ആളുകളുടെ ഒരു പ്രധാന സംശയമാണ് ഇത് മറ്റുള്ളവരിലേക്ക് പകരുമോ എന്നുള്ളത്. സ്കിൻ ടാഗ് ഒരു വൈറസ് കാരണമോ ബാക്ടീരിയ കാരണമോ വരുന്ന അസുഖമല്ല. അതുകൊണ്ട് ഇത് ഒരാളിൽ നിന്ന് മറ്റൊരാളിലേക്ക് പകരില്ല. ഇപ്പോൾ സ്കിൻ ടാഗ് ഉള്ള ആളുകൾ അത് വരാതിരിക്കാൻ വേണ്ടിയിട്ടും അതിൻ്റെ അളവ് കുറക്കാനും വേണ്ടിയിട്ടും കാലറി അടങ്ങിയ ഭക്ഷണം കുറക്കുക, വ്യായാമം ചെയ്യുക. അതുപോലെ തന്നെ അമിതവണ്ണം ഉണ്ടെങ്കിൽ വ്യായാമത്തിലൂടെ നല്ലൊരു ഭക്ഷണ രീതിയിലൂടെ തടി കുറച്ച് കൊണ്ടുവരിക. ഇതുപോലുള്ള ആരോഗ്യ അറിവുകൾക്ക് ഈ പേജ് ഫോളോ ചെയ്യാം.